ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരിയിൽ നിന്ന് അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാത്തതിനാൽ ദേവൻ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം വൈകി. എടീ എന്ന് വിളിച്ച് ദേവൻ പുറകെ ഓടി. ഗൗരി അപ്പോഴേക്കും ഫ്രണ്ട് ഡോറിനടുത്ത് എത്തിയിരുന്നു. ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ദേവൻ വന്ന് അവളെ പിടിച്ചു. എന്നെ വിട്, എനിക്ക് പോണം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കുതറിക്കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ നീ എന്ന് പറഞ്ഞ് വലിച്ചഴച്ച് സ്റ്റോർ റൂമിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവളെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം എവിടെ പോവാടി എന്ന് ചോദിച്ച് ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. മാറി നിൽക്ക്, എനിക്കെൻ്റെ വീട്ടിൽ പോണം എന്ന് പറഞ്ഞ് ദേവനെ തള്ളിമാറ്റി അവൾ ഡോറിനടുത്തേക്ക് വന്നു. അത് തുറക്കാൻ ശ്രമിച്ചു. ലോക്കായതിനാൽ അത് തുറക്കാൻ കഴിഞ്ഞില്ല. നിന്റെ വീട്ടിലേക്ക് പോണോ? അതിനല്ല ഞാൻ 10 ലക്ഷം നിന്റെ അമ്മയ്ക്ക് കൊടുത്ത് നിന്നെ വാങ്ങിക്കൊണ്ട് വന്നത്, ദേവൻ പറഞ്ഞു. എനിക്ക് വിലയിടാൻ താൻ ആരാ? ആരാ എന്നാ തൻ്റെ വിചാരം? ഗൗരി ദേഷ്യത്തോടെ ചോദിച്ചു. നിനക്ക് 10 ലക്ഷം പോയിട്ട് 10 രൂപയുടെ വില പോലും ഞാൻ തരുന്നില്ല. എന്നാൽ ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ 1 മാസം കിടക്കുന്നതിനുള്ള വാടകയാടി 10 ലക്ഷം, ദേവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോ തന്നോട് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ? താൻ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടല്ല, ഗൗരി പറഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടണ്ടായിട്ടല്ല ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയത്. നിന്നെ എൻ്റെ കാൽച്ചുവട്ടിൽ ഇതുപോലെ കിട്ടാൻ വേണ്ടി മാത്രാ. അച്ഛൻ്റെ അമ്മയുടെയും അനിയത്തിമാരുടെയും കൂടെ സുഖമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അടിമത്തം എന്താണെന്നും സ്വാതന്ത്ര്യം എന്താണെന്നും നിനക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി തരാനാടി ഞാൻ ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടി നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. മകളെ അടിമത്തം എന്താണെന്നും സ്വാതന്ത്ര്യം എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ എൻ്റെ കൂടെ കുറച്ച് ദിവസം വിടണമെന്ന് പറഞ്ഞാൽ നിന്റെ പാരൻസ് വിടുമായിരുന്നോ? അതിനാ ഈ വിവാഹ നാടകം നടത്തിയത്. അല്ലാതെ എൻ്റെ ഭാര്യയാകാനുള്ള എന്ത് യോഗ്യതയടി നിനക്കുള്ളത്, ദേവൻ ചോദിച്ചു. ഒരു പെണ്ണിൻ്റെ ഭർത്താവായിരിക്കാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്, ഗൗരി ചോദിച്ചു. എൻ്റെ യോഗ്യത എന്താണെന്ന് ഞാൻ കാണിച്ചു തരണോടി എന്ന് ചോദിച്ച് ദേവൻ ഒരു കൈ കൊണ്ട് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് മറ്റേ കൈ അവളുടെ അരയിലൂടെ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. അപ്പോഴേക്കും രവി ഡോറിൽ മുട്ടി വിളിച്ചു. സാർ, വാതിൽ തുറക്ക്, വാതിൽ തുറക്ക് സാർ എന്ന് പറഞ്ഞ് വീണ്ടും ഡോറിൽ മുട്ടി. ഗൗരിയെ മൂലയിലേക്ക് തള്ളിവിട്ട് ദേവൻ ചെന്ന് വാതിൽ തുറന്നു. അപ്പോൾ കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. രവി ഗൗരിയെ ദയനീയമായി ഒന്ന് നോക്കിയതിന് ശേഷം ദേഷ്യത്തോടെ ദേവനോട് പറഞ്ഞു. അഞ്ജലിയാ, ഞാനിപ്പോൾ വരാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ദേവൻ ഡോർ അടച്ചു. എന്നിട്ട് ഗൗരിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇതിനുള്ളിലിരുന്നോ? എന്തിനാ ഞാൻ മിണ്ടാതിരിക്കുന്നത്? എല്ലാവരും അറിയട്ടെ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന്, ഗൗരി പറഞ്ഞു. പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലടി നിനക്ക് എന്ന് പറഞ്ഞ് ദേവൻ അവിടെ ഒന്ന് തിരഞ്ഞു. അതിനുശേഷം അവളുടെ ബാഗ് തുറന്ന് തുണികൾ വലിച്ചു പുറത്തേക്കെടുത്ത് അതിൽ നിന്ന് ഒരു ഷോളെടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചൊതുക്കി. വിടെന്നെ എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കുതറി മാറാൻ ശ്രമിച്ചു. എന്നാൽ അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി ബലം പ്രയോഗിച്ച് അവൻ അവളുടെ കൈകൾ പുറകിലേക്ക് കൂട്ടിക്കെട്ടി. എന്നിട്ട് ആ മൂലയിൽ പിടിച്ചിരുത്തി മറ്റൊരു ഷോൾ വലിച്ചെടുത്ത് അവളുടെ കാലുകളും തമ്മിൽ കൂട്ടിക്കെട്ടി. അഴിച്ചുവിടെന്നെ എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ഒരു തുണിയെടുക്കാൻ കൈ നീട്ടിയതും ബാഗിൽ നിന്ന് വീണു കിടന്നിരുന്ന ഒരു താലിമാല അവൻ കണ്ടു. ഒരു നിമിഷം അവൻ അതിലേക്കൊന്ന് നോക്കി. പിന്നെ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ഒരു തുണിയെടുത്ത് അവളുടെ വായടച്ച് തലയുടെ പുറകിലായി കെട്ടി. കിടക്കവിടെ എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് അവൻ പോകുമ്പോൾ ആ മാലയിൽ അവൻ അറിയാതെ ചവിട്ടി. അവൾ കരഞ്ഞുകൊണ്ട് നീങ്ങി വന്ന് ആ മാല എടുക്കാൻ ശ്രമിച്ചു. കൈകൾ പുറകിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുന്നതിനാൽ അവൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അവൾ കരഞ്ഞുകൊണ്ട് ചുമരിലേക്ക് തല ചായ്ച്ചു വെച്ച് ഇരുന്നു. ദേവൻ ഗൗരി കിടക്കുന്ന റൂമിൻ്റെ ഡോർ പുറത്തുനിന്ന് പൂട്ടി വരുമ്പോൾ അഞ്ജലി ലിവിംഗ് റൂമിൽ സെറ്റിയിൽ ഇരിക്കുകയായിരുന്നു. നീ എന്താ വന്നത്, ദേവൻ അവളോട് ചോദിച്ചു. എന്താ ദേവൻ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ എപ്പോഴും വരാറുള്ളതല്ലേ. ദേവന് സുഖല്ലേ? എന്താ വിയർത്തിരിക്കുന്നത്, അഞ്ജലി ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേവൻ അവൻ്റെ റൂമിലേക്ക് പോകാനായി തുടങ്ങിയപ്പോൾ അഞ്ജലിക്ക് കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവരികയായിരുന്ന രാമേട്ടൻ പറഞ്ഞു. കുഞ്ഞെ, കഴിച്ചിട്ട് പോയാൽ മതി. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദേവൻ അവൻ്റെ റൂമിലേക്ക് പോയി ഡോർ വലിച്ചടച്ചു. താഴെ അതിൻ്റെ ശബ്ദം കേട്ട് രാമേട്ടൻ ഒന്ന് ഞെട്ടി. ദേവൻ എന്താ പറ്റിയത്? നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, അഞ്ജലി രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. മാഡം, ഇവിടെ വന്നതാ സാറിൻ്റെ കുഴപ്പം,
അല്ലാതെ സാറിന് വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രവി അങ്ങോട്ട് വന്നു. ഞാൻ വരുന്നത് കൊണ്ട് ദേവന് കുഴപ്പമുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത്? അഞ്ജലി ചോദിച്ചു. എന്നോടാരും പറഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി, രവി പറഞ്ഞു. നീ വെറുതെ ഇമാജിൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ജ്യൂസിൻ്റെ ഗ്ലാസ് രാമേട്ടന് തന്നെ തിരികെ കൊടുത്ത് അവൾ ദേവൻ്റെ റൂമിലേക്ക് പോയി. ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നു. മറ്റൊരു പെണ്ണത റൂമിലേക്ക് കയറി പോകുന്നു, രവി പറഞ്ഞു. രാമകൃഷ്ണൻ രാവിലെ തന്നെ രണ്ടാളെയും കൂട്ടി രാഘവൻ്റെ വീട്ടിലേക്ക് വന്നു. രാമകൃഷ്ണനെ കണ്ട് രാഘവൻ വേഗം സിറ്റൗട്ടിൽ നിന്ന് താഴെ ഇറങ്ങി നിന്നു. രാമകൃഷ്ണ, വെറുതെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി എല്ലാ നാട്ടുകാരെ കൂടെ അറിയിക്കണ്ട. നിനക്ക് കൂടിയാ അതിൻ്റെ നാണക്കേട്, രാഘവൻ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ ഇയാൾ പറഞ്ഞത്. ഇയാളുടെ മകളെയാ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചത്, രാമകൃഷ്ണൻ കൂടെ വന്നവരോടായി പറഞ്ഞു. ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല. അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കറിയില്ലായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് എന്ന് പറഞ്ഞ് പങ്കജം അങ്ങോട്ട് വന്നു. നിങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ തന്നെയല്ലേ ആ പെണ്ണുമായി ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചത്. അതുകൊണ്ടല്ലേ ഇവൻ അവളുടെ പേരും പറഞ്ഞ് കുറേ കാശ് ചെലവാക്കിയത്. എന്നിട്ട് പെണ്ണ് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? കൂടെ വന്നവരിൽ ഒരാൾ പറഞ്ഞു. അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയതിന് നിങ്ങൾ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? രാഘവൻ ചോദിച്ചു. നിങ്ങളുടെ മകൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയി. അതിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങളുടെ മകളുടെ പേരും പറഞ്ഞ് ഇവൻ ചെലവാക്കിയ കാശ് ഇവന് തിരിച്ചു കൊടുത്തേ പറ്റൂ, കൂടെ വന്നവരിൽ മറ്റൊരാൾ പറഞ്ഞു. കാശ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഇവൻ ഓരോന്ന് വാങ്ങിച്ചത്, പങ്കജം പറഞ്ഞു. നിങ്ങളുടെ മകളെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഇവൻ അവൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തത്. ഇപ്പം അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയ സ്ഥിതിക്ക് നിങ്ങൾ ഇവൻ ചെലവാക്കിയ കാശ് തിരിച്ചു കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരിടപെടും. പിന്നെ ഇത് വലിയൊരു പ്രശ്നമാവും. അതിന് വെറുതെ നിൽക്കണ്ട, വന്നവരിൽ ഒരാൾ പറഞ്ഞു. ഈ നാട്ടിൽ നിയമം കോടതിയെല്ലാം ഉണ്ട്. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ഈ പ്രായത്തിൽ ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് കാശ് ചെലവാക്കി തിരിച്ചു കിട്ടുന്നില്ല എന്നും പറഞ്ഞ്. അല്ലെങ്കിൽ അവളോട് തന്നെ പോയി ചോദിക്ക്. അല്ലാതെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, പങ്കജം പറഞ്ഞു. ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. അതിനു മുമ്പ് അവളെ ഒന്ന് കാണാൻ കഴിയുമെന്നും അറിയട്ടെ. ഇപ്പം ഞങ്ങൾ പോയേക്കാം. എന്നാൽ ഇതങ്ങനെ വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, രാമകൃഷ്ണൻ പറഞ്ഞു. നിങ്ങൾ അവളെ കണ്ടുപിടിച്ച് അവളുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ ചെലവാക്കിയ കാശ് വാങ്ങിക്ക്. അല്ലാതെ ഇവിടെ വന്ന് ബഹളം വയ്ക്കണ്ട എന്ന് പറഞ്ഞ് പങ്കജം അകത്തേക്ക് പോയി. ഞാൻ ചെലവാക്കിയ കാശ് ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്തിരിക്കും, അവളിൽ നിന്നായാലും നിങ്ങളിൽ നിന്നായാലും എന്ന് പറഞ്ഞ് രാമകൃഷ്ണനും അവിടുന്ന് പോയി. രാമകൃഷ്ണൻ പോയി കഴിഞ്ഞ് രാഘവൻ പങ്കജത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ഇതിൻ്റെയൊന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പറഞ്ഞതുപോലെ ആ രാമകൃഷ്ണനു തന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു. എല്ലാം നിന്റെ ആർത്തിയാ കാരണം. രാമകൃഷ്ണൻ തരാന്ന് പറഞ്ഞത് 2 ലക്ഷം. ഇപ്പം കിട്ടിയത് 10 ലക്ഷം. എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? അവൻ പോയി അവളെ കണ്ടെത്തി അവളോട് തന്നെ കാശ് ചോദിക്കട്ടെ. അവളൊരു പണക്കാരൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ ചെലവാക്കിയത് വെറും 50,000 രൂപയ്ക്ക് അടുത്താ. അതങ്ങ് കൊടുത്താൽ പോരെ? എന്നാലും നമുക്ക് ലാഭല്ലേ, പങ്കജം പറഞ്ഞു. അവൾ പോയി അവിടെ എങ്ങനെ കഴിയുന്ന ആവോ, അതുപോലും അറിയില്ല. ആരാ എന്താന്ന് പോലും ആലോചിക്കാതെ എടുത്തു ചാടി എല്ലാം ചെയ്തു. അന്വേഷിച്ചു ചെല്ലാൻ വീട് പോലും അറിയില്ല, രാഘവൻ പറഞ്ഞു. എന്തായാലും അവളെ കൊണ്ടുപോയത് നല്ല കാശുകാരനാ. അപ്പം പിന്നെ നല്ല സുഖമായി തന്നെ കഴിയുന്നുണ്ടാവും, പങ്കജം പറഞ്ഞു. നീയൊരു മനസാക്ഷിയില്ലാത്ത ദുഷ്ടയാണെന്ന് എനിക്ക് മുമ്പ് തന്നെ അറിയായിരുന്നു. അവളെ നീ ഒരുപാട് കഷ്ടപ്പെടുത്തിയതല്ലേ. നിന്റെ വാക്ക് കേട്ട് ഒന്നും ആലോചിക്കാതെ വേണ്ടായിരുന്നു. ഇനി അവളെ കാണാൻ പറ്റുമാവോ, രാഘവൻ പറഞ്ഞു. വെറുതെ എന്നെ കുറ്റം പറയണ്ട. ഇതുവരെ ഇല്ലാതിരുന്ന ഒരച്ഛൻ സ്നേഹം ഇപ്പം എവിടുന്ന് വന്നു? 10-15 വർഷം അവൾ എങ്ങനെ കഴിഞ്ഞിരുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ലല്ലോ. ഇപ്പം അവളെ ഒരു പണക്കാരൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പോഴാണോ നിങ്ങൾക്ക് അവളോട് സ്നേഹം തോന്നാൻ തുടങ്ങിയത്, പങ്കജം ചോദിച്ചു. ഇതുവരെ അവൾ അവളുടെ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു. അവിടെ അവൾ നന്നായി തന്നെ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോൾ ഏതോ ഒരാളുടെ കൂടെ. അയാൾ പറയുന്നത് സത്യമാണോ എന്ന് പോലും അന്വേഷിച്ചില്ല, രാഘവൻ പറഞ്ഞു. എന്നാ ചെന്ന് അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുപോയോ. എന്നിട്ട് അച്ഛനും മകളും കൂടി ഇവിടെ താമസിച്ചോ. ഞാനും എൻ്റെ മക്കളും വല്ല വഴിക്കും പോയേക്കാം എന്ന് പറഞ്ഞ് പങ്കജം അടുക്കളയിലേക്ക് പോയി. ദേവൻ അവൻ്റെ റൂമിൽ സെറ്റിയിൽ കൈമുട്ട് കാലിൻ്റെ തുടയിലേക്ക് കുത്തി തലയിൽ കൈവച്ച് ഇരിക്കുകയായിരുന്നു. ദേവൻ, തനിക്കിന്ന് എന്തു പറ്റി? കുറേ നേരമായല്ലോ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒന്നും സംസാരിക്കുന്നേ ഇല്ല, അഞ്ജലി ചോദിച്ചു.
നീ കുറേ നേരമായില്ലേ വന്നിട്ട്, പോകുന്നില്ലേ? ദേവൻ ചോദിച്ചു. ദേവൻ തനിക്കെന്നെ പറഞ്ഞു വിടാൻ ധൃതിയായോ? മുമ്പൊന്നും താൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു പറ്റി തനിക്ക്? രാവിലെ മുതൽ തനിക്ക് നല്ല മാറ്റമുണ്ടല്ലോ. രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇതുവരെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുന്നതല്ലാതെ എന്നോടൊന്നും സംസാരിച്ചില്ല. അഞ്ജലി ചോദിച്ചു. എനിക്കൊരു മാറ്റവും. എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാണ് കഴിക്കാതിരുന്നത്. ദിവസം കാണുന്നതല്ലേ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്ത് പറയാനാ? അതുകൊണ്ടാ ഒന്നും പറയാത്തത്, ദേവൻ പറഞ്ഞു. ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദിവസം കാണുന്നവരല്ലേ, എങ്കിലും എപ്പോഴും അവർക്ക് സംസാരിക്കാനുണ്ടാകും. പിന്നെ ദേവൻ എന്തുകൊണ്ടാ എന്നോടൊന്നും സംസാരിക്കാത്തത്? അഞ്ജലി ചോദിച്ചു. ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലല്ലോ, നീ എൻ്റെ വൈഫും അല്ല. നോക്കഞ്ജലി, നിനക്കിപ്പോഴും മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട. ഞാൻ നിന്നോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നോടിപ്പോൾ ആ ഒരു അടുപ്പമില്ല. നാൻസിയെ പോലെ തന്നെ നീ എൻ്റെ വെറും ഒരു ഫ്രണ്ടാ, അല്ലാതെ മറ്റൊരടുപ്പവും എനിക്ക് നിന്നോടില്ല. നീ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാനാണ് എപ്പോഴും ഇവിടെ വരുന്നതെങ്കിൽ അത് വേണ്ട. എനിക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്, ദേവൻ പറഞ്ഞു. ദേവൻ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാവുന്നതല്ലേ. നിന്റെ മനസ്സിൽ എന്നോട് ആ പഴയ ഇഷ്ടം തോന്നുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പം നിനക്ക് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. വീണ്ടും പറയാ ദേവൻ, ഞാൻ കാത്തിരിക്കാം, അഞ്ജലി പറഞ്ഞു.